എത്ര സുന്ദരമാണ്. എന്നാൽ ആ സൗന്ദര്യം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിന് ശ്രമിക്കാതെ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോയാൽ ജീവിതം അസുന്ദരമാകും. അവസരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അത് കണ്ടെത്താനുള്ള കണ്ണും മനസ്സും ഉണ്ടാകണമെന്ന് മാത്രം. വീടില്ലാത്ത ദരിദ്രരായ തെരുവുവാസികളായ വിദ്യാഹീനരായ ഒരു വിഭാഗം ആളുകളെ നോക്കൂ. അവർക്ക് നിരാശയില്ല. ജീവിക്കാൻ ആവശ്യമായ എന്തും സന്തോഷിക്കാനുള്ളതെന്തും അവർക്ക് ഉണ്ടെന്ന് കരുതി ഇതാ അവർ ഒരുമയോടെ ഒന്നിച്ച് സന്തോഷിച്ച് കഴിയുന്നു. പഴയ കുപ്പി, പാട്ട, പ്ലാസ്റ്റിക്, പേപ്പർ കൊടുക്കാനുണ്ടോ? അമ്മ, ആക്രി കൊടുക്കാനുണ്ടോ? അമ്മ, അമ്മോയ്, വിശന്നിട്ട് വയ്യ. ഇവിടെ ആരും ഇല്ലേ? വല്ലതും തരണേ. 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. അമ്മ, വരൂ വരൂ വരൂ, കടന്നു വരൂ. ഇഷ്ടമുള്ളത് എടുക്കാം. ഏതെടുത്താലും 5 രൂപ. 5 രൂപ മാത്രം. കടന്നു വരൂ. 5 രൂപ, 5 രൂപ, 5 രൂപ മാത്രം. എന്തത്? എന്തു രസമാണ് പാട്ട് കേൾക്കാൻ. ഇതെന്താ? ജാനാചരാട്ടയോ? അല്ലല്ല, ഇത് ഗാനാ ജലാട്ടയാ. അല്ലടാ, ഇതാണ് ഗാനഗലാട്ട. വളരെ വലിയൊരു ഡാൻസ് പ്രോഗ്രാം. എന്നാ നമുക്ക് പോയാലോ? ആഗ്രഹം കൊള്ളാം. പക്ഷെ നമ്മളോ? നമ്മുടെ കോലം കണ്ട അവര് ചേർക്കോ? നമുക്ക് വീടില്ല, നല്ല ഡ്രസ്സില്ല, കഷ്ടം. അതിനെന്താ, നമ്മുടെ ഡാൻസ് പൊളിയല്ലടാ. വാ, നമുക്ക് കളിക്കാം. ഡാൻസ് ഒക്കെ കൊള്ളാം. പക്ഷേ പങ്കെടുക്കണമെങ്കിൽ നല്ല ഡ്രസ്സ് വേണ്ടേ, കാശ് വേണ്ടേ? അതിനെന്ത് ചെയ്യും? ആ, പൈസ വേണം. അതിനെന്ത് ചെയ്യും? വഴിയുണ്ട്, വാ. മകനെ പൊന്മകനെ മുത്തയവനെ ഇന്നും സൂര്യനും ചന്ദ്രനും നന്നയവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ നമ്മത്തും കുട്ടുമെല്ലെ ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാവരും സുന്ദര ഇവനെ കൊണ്ടുവാനായും ജനത്തിലെ കാലം എടുത്തു വച്ച സ്വർഗം പോലും വാ, നമുക്ക് അവരോടൊപ്പം കളിക്കാം. നോക്കൂ, വൈരുദ്ധ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത സുന്ദര നിമിഷം. ഒരു വശത്ത് സമ്പത്തും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമുള്ള ഒരു വിഭാഗം, മറുവശത്ത്
ഇല്ലായ്മകൾ മാത്രമുള്ള ഒരു വിഭാഗം. പക്ഷേ ഇല്ലായ്മകളെ അകറ്റിമാറ്റി അവരുടെ കഴിവും ആത്മവിശ്വാസവും കൊണ്ട് അവർ ഒരു പടി മുന്നിലെത്തി. അവർക്ക് ജീവിതത്തെ സംബന്ധിച്ച് ഒരു വീക്ഷണമുണ്ട്, ഒരു ലക്ഷ്യബോധമുണ്ട്. നൈരാശ്യം അവരുടെ ജീവിതത്തെ തെല്ലും ബാധിച്ചില്ല. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള ഉൾക്കാഴ്ചയുണ്ട്. ഈ പ്രതീക്ഷയും കഴിവുമുണ്ടെങ്കിൽ അവർക്കൊരു വീടും സ്കൂളും മറ്റു സാഹചര്യങ്ങളും സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. ഈ ഉൾക്കാഴ്ചയും പ്രയത്നവും ഉണ്ടെങ്കിൽ ഏതുയർച്ചയിലും എത്താമെന്നും ഒന്നും നമുക്കന്യമല്ലെന്നും ഈ കാഴ്ച നമ്മെ പഠിപ്പിക്കുന്നു. Judges, please note, contestant number 25, Backstreet Boys are on stage. मैं कभी बतलाता नहीं, पर अंधेरे से डरता हूँ। यूं तो मैं दिखलाता नहीं, तेरी परवाह करता हूँ। तुझे सब है पता है ना, तुझे सब है पता। मेरी माँ भीड़ में यूं ना छोड़ो मुझे, घर लौट के भी आना पाऊँ। भेजना इतना दूर मुझको तू, याद भी तुझको आना पाऊँ। क्या इतना बुरा हूँ मैं माँ, क्या इतना बुरा। मेरी माँ जब भी कभी पापा मुझे जो जोर से झूला झूला दे है माँ, मेरी नजर ढूंढे तुझे, सोचूं यही तू आके थामेगी माँ। मैं कभी बतलाता नहीं, पर अंधेरे से डरता हूँ मैं माँ। यूं तो मैं दिखलाता नहीं, तेरी परवाह करता हूँ माँ। तुझे सब है पता है ना माँ, तुझे सब है पता। मेरी माँ ഓരോരുത്തരും ജന്മന കലാകാരന്മാരും കലാകാരികളുമാണ്. ചിലർക്കത് അവതരിപ്പിക്കാനുള്ള വേദി ലഭിക്കാൻ എളുപ്പമാണ്. സാഹചര്യം കൊണ്ട് ചിലർക്കതിന് കഴിയാതെ വരും. അർഹതയുണ്ടായാൽ പോലും ഓരോ അവസരവും കണ്ടെത്താനുള്ള കഴിവും കൂടി ആർജിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. അലസതയും നിരാശാബോധവും വെടിഞ്ഞ് നമ്മുടെ വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് കണ്ടെത്താനുള്ള കാഴ്ചയാണ് വേണ്ടത്. ആ കഴിവ് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ലഘു നൃത്തശില്പം അവസാനിപ്പിക്കുന്നു.